ആഗോള തലത്തിൽ നിന്ന് അയ്യപ്പന്മാർ ഇവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കണം. കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകണം. ആ പഠനങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ശബരിമലയിൽ കൊണ്ടുവരണം. തീർത്ഥാടന കാലം അതിനനുസരിച്ച് നവീകരിക്കണം. എന്ത് പഠനമാണ് ഈ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്? അതിന് എന്താണൊരു റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടത്? അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നവീകരണ പ്രവർത്തനമാണ് ശബരിമലയിൽ നടക്കുന്നത് നമുക്കറിയില്ല. അപ്പം ആ സമയത്തും ഇത് ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത് പറഞ്ഞത് 5 പൈസ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും ചെലവാക്കപ്പെടുന്നില്ല, പകരം മുഴുവൻ തുകയും സ്പോൺസർഷിപ്പിലൂടെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് സ്പോൺസർഷിപ്പിലൂടെ വന്നത് എത്രയാണ്? അതിന്റെ പകുതി പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 4 കോടിയോളം രൂപ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും ചെലവായി. ഇനി പോട്ടെ, 4 കോടിയോളം രൂപ ചെലവായി എന്ന് പറയുമ്പോൾ 4 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് 8 കോടി രൂപ അവിടെ ചെലവായിരിക്കുന്നു എന്നാണ് പറയുന്നത്. 8 കോടി രൂപയ്ക്ക് ഒരൊറ്റ ദിവസത്തെ സമ്മേളനം, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. 8 കോടി രൂപ കൊടുത്തിട്ട് ഒരൊറ്റ ദിവസത്തെ സമ്മേളനം എന്നാണ് പറയുന്നത്. ഇനി എത്ര അണ്ടിപ്പരിപ്പ് ആൾക്കാർക്ക് കൊടുത്താൽ 8 കോടിക്കൊക്കെ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു കൊടുക്കുമോ? എനിക്കറിയില്ല. നമസ്തേ. 1 രൂപ പോലും സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ എടുക്കില്ല. പൂർണ്ണമായും സ്പോൺസർഷിപ്പിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. എന്നിട്ടിപ്പോൾ കോടിക്കണക്കിന് രൂപ ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത് അയ്യപ്പ സംഗമം നടത്തി എന്നാണ് പുറത്തു വരുന്നത്. പണം എടുത്തത് മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. സ്പോൺസർമാർ ആരും പൈസ തന്നില്ലത്രേ, സ്പോൺസർ ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ലത്രേ. എങ്കിൽ പിന്നെ ഇതൊക്കെ വന്നിട്ട് സംഗമം സംഘടിപ്പിച്ചാൽ പോരായിരുന്നു? ഈ സംഗമം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ലഭിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ശരി നബി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇടതുപക്ഷം കാലാകാലങ്ങളായിട്ട് പറയുന്നതാണ് മറ്റ് പലരും മതം എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അമ്പയെ പരാജയപ്പെട്ടു പോയതിൻ്റെ, ഏതാണ്ട് 18 സീറ്റിൽ 19 സീറ്റിൽ അവർ പരാജയപ്പെട്ടതിൻ്റെ ദൂഷ്യഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ ഹിന്ദു സമൂഹമാണെന്ന് പറയേണ്ടി വരും. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്തുകൊണ്ടാണ് നടത്തേണ്ടി വന്നത്? കാരണം അവർ അത്രയും കാലം കഴിഞ്ഞ 2 തവണയും അവർ റൈഡ് ചെയ്തത് ഒരു ഇസ്ലാമിക് വോട്ട് ബാങ്കിൻ്റെ അതിപ്രസരം അവർക്കൊപ്പം നിന്നതുകൊണ്ട് എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അത് പരിപൂർണമായിട്ടും തങ്ങളുടെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു അപ്പീസ്മെന്റിലേക്ക് തിരിയണം എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ചില ഉടായ്പ പരിപാടികൾ, യഥാർത്ഥത്തിലുള്ള ഹൈന്ദവരുടെ ആവശ്യങ്ങളെ അഭിമുഖീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പരിഹാരം കണ്ടെത്തുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ അങ്ങനെയൊന്നുമല്ല. പകരം എന്താണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ദിവസം മുമ്പ് കണ്ടില്ല, എന്താണ് UDF വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ മാറാട് കലാപം രണ്ടാമതും ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതിൻ്റെ ആദ്യത്തെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് ആയിരുന്നു ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും വലിയ വിവാദത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് എന്തിന് നടത്തുന്നു എന്ന് പറഞ്ഞു എന്നുള്ള ചോദ്യം ഉയർന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഗോള തലത്തിൽ നിന്ന് അയ്യപ്പന്മാർ ഇവിടേക്ക് വരുന്നുണ്ട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കണം. കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകണം. ആ പഠനങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ശബരിമലയിൽ കൊണ്ടുവരണം. തീർത്ഥാടന കാലം അതിനനുസരിച്ച് നവീകരിക്കണം. എന്ത് പഠനമാണ് ഈ കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്? അതിന് എന്താണൊരു റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടത്? അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നവീകരണ പ്രവർത്തനമാണ് ശബരിമലയിൽ നടക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാം എന്തായിരുന്നു അത് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ സമയത്തും ഇത് ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത് പറഞ്ഞത് 5 പൈസ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും ചെലവാക്കപ്പെടുന്നില്ല, പകരം മുഴുവൻ തുകയും സ്പോൺസർഷിപ്പിലൂടെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് സ്പോൺസർഷിപ്പിലൂടെ വന്നത് എത്രയാണ്? അതിന്റെ പകുതി പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഏതാണ്ട് 4 കോടിയോളം രൂപ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്നും ചെലവായി. ഇനി പോട്ടെ, 4 കോടിയോളം രൂപ ചെലവായി എന്ന് പറയുമ്പോൾ 4 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് 8 കോടി രൂപ അവിടെ ചെലവായിരിക്കുന്നു എന്നാണ് പറയുന്നത്. 8 കോടി രൂപയ്ക്ക് ഒരൊറ്റ ദിവസത്തെ സമ്മേളനം, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. 8 കോടി രൂപ കൊടുത്തിട്ട് ഒരൊറ്റ ദിവസത്തെ സമ്മേളനം എന്നാണ് പറയുന്നത്. ഇനി എത്ര അണ്ടിപ്പരിപ്പ് ആൾക്കാർക്ക് കൊടുത്താൽ 8 കോടിക്കൊക്കെ അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു കൊടുക്കുമോ? എനിക്കറിയില്ല. അതെന്ത് തരം അണ്ടിപ്പരിപ്പാണ് ആൾക്കാർക്ക് കൊടുത്തതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്കറിയില്ല. 5 സ്റ്റാർ താമസം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധമായ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ചുമ്മാ കണക്കെഴുതി എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇവർ കുറേ പേര് പൈസ അടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ അത്ര കൊടുത്തു, ഇവിടെ ഇത്ര കൊടുത്തു എന്ന് പറയുന്നു. ഇവരുടെ പലരുടെയും പോക്കറ്റുകളിലേക്ക് പോകുന്നു. ഈ പോക്കറ്റിലേക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയിരിക്കുന്ന തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ദിവസം കൂടുന്നതിൻ്റെ ചെലവ് ഏകദേശം 3 കോടി രൂപയാണ്. ഒരു ദിവസത്തെ സമ്മേളനം നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സുരക്ഷ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും എല്ലാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ 3 കോടി രൂപ ചെലവാണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ദിവസത്തെ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് 8 കോടി രൂപ ചെലവാക്കിയെന്നാണ് പറയുന്നത്. അവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തർക്ക് ഇതുകൊണ്ട് എന്താണ് കാര്യം? ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ ഇതുകൊണ്ട് എന്താണ് കാര്യം? പിന്നെ ഒരു കാര്യത്തിനകത്ത് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തുടങ്ങി തീ പിടിച്ചു പോയ ആ കനലാണ് ഇന്ന്
ആളിപ്പടർന്നിട്ട് ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള പുറത്തു കൊണ്ടുവരുന്നതിന് കാരണക്കാരായിട്ടുള്ളത്. അപ്പൊ ഇത് സ്വയം കൃതാനർത്ഥം എന്ന് മാത്രമല്ല, ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ അറിയാലോ ഇത് എവിടെ നിന്നാണ് പണി തുടങ്ങി കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ടൊരു പണി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി വെച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യെസ്, അതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം. അതായത് അതാണ് ശബരിമലയിലെ ഈ സ്വർണ്ണ കൊള്ള അത് പുറം ലോകത്തെ അറിയിക്കാൻ നിദാനമായത് അതാണ്. ഈ സംഗമം കൊണ്ട് ശ്രീ അനന്തമ്പ്യാർ നേടിയത് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നുള്ളത് സെപ്റ്റംബർ 20 ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് വരെ അതുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആൾക്കാരുടെയും ദേവസ്വം വകുപ്പിലെയും ഹൈക്കോടതിയിലെയും ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പോ ഈ പമ്പാ സംഗമം എന്ന് പറയുന്നത് ഒരു ട്രേഡ് ഫെയർ അല്ല, ഒരു വ്യാപാരമേളയല്ല അവിടെ നടത്തിയത്. അവിടെ ശബരിമലയെ ഷോക്കേസ് ചെയ്യാണ് ചെയ്തത്. എന്തിന്? മാസ്റ്റർ പ്ലാനിന് വേണ്ടി. ആ മാസ്റ്റർ പ്ലാനിൽ എന്താണ് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അത് വളരെ വലിയൊരു പ്രോജക്റ്റ് ആണ്. പ്രധാനമായിട്ട് വരുന്ന നിലയ്ക്കലെ ഡെവലപ്മെന്റ്സ്, പമ്പയിലെ ഡെവലപ്മെന്റ്സ്, സന്നിധാനത്ത് വരുത്താൻ കഴിയുന്ന ഡെവലപ്മെന്റ്സ് എന്നീ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ആണ് ആ ഒരു മാസ്റ്റർ പ്ലാനിൽ ഷോക്കേസ് ചെയ്യപ്പെട്ടത്. മാസ്റ്റർ പ്ലാൻ ഷോക്കേസ് ചെയ്യാൻ 8 കോടി രൂപ ചെലവഴിക്കുക എന്ന് പറയുന്നത് ദൂർത്തല്ലേ? എന്നിട്ട് അന്നത്തെ ആ സംഗമത്തിന് ശേഷം സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തിരുന്നത് നമ്മുടെ ചവറയിലുള്ള IIIC എന്ന് പറയുന്ന സെന്റർ ഉണ്ടല്ലോ, IIC. നല്ലത് ഊരാളുങ്കൽ അല്ല, തൊഴിൽ വകുപ്പ് ഊരാളുങ്കലിനോട് ചേർന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. അപ്പോ അത് ഊരാളുങ്കൽ അന്ന് വെച്ച ഒരു അപ്രോക്സിമേറ്റ് ബജറ്റ് ഉണ്ട്. ആ ബജറ്റ് താങ്കൾ പറഞ്ഞ പോലെ 8 കോടിയല്ല 7 കോടിയാണ്. ആ അപ്രോക്സിമേറ്റ് 7 കോടി ബജറ്റിലാണ് അവർ അവതരിപ്പിക്കുന്ന അവരുടെ കോൺട്രാക്ട് തുക. അത് പറ്റില്ല, 7 കോടി രൂപ ചെലവിട്ടാണ് ഇത് പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബോർഡ് പറയുകയും വീണ്ടും ഊരാളുങ്കലിന്റെ ആൾക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആൾക്കാരും IIICയുടെ ആൾക്കാരും ചേർന്ന് ചർച്ച ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഒടുവിൽ അത് 4.5 കോടി രൂപയായിട്ട് പരിധി നിർണ്ണയിക്കുന്നത്, ചെലവിന്റെ പരിധി നിർണ്ണയിക്കുന്നത്. 4.5 കോടി രൂപയ്ക്കാണ് ആ പ്രോജക്ട് IIIC ചെയ്യാൻ ഏറ്റത്. അപ്പോ ഇവർക്കൊരു കണ്ടിജന്റ് ഫണ്ട് ഉണ്ട് ദേവസ്വം ബോർഡിന്. ഈ നമ്മുടെ റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഹെഡിലാണ് ആ ഫണ്ട് ഉള്ളത്. റിലീജിയസ് കൺവെൻഷൻസ് ആൻഡ് ഡിസ്കോഴ്സസ്. അപ്പൊ അതിൽ നിന്ന്, ആ കണ്ടിജന്റ് ഫണ്ടിൽ നിന്ന് ഇവർക്ക് പൈസ എടുക്കാം, കൃത്യമായിട്ട് തിരിച്ചടക്കുകയും വേണം. അതാണ് ആ ഹെഡിന്റെ പ്രത്യേകത. അതാണ് അങ്ങനെ അതിൽ നിന്നാണ് എടുക്കുന്നത്. എടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നു. ചെലവഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു നയ പൈസ ചെലവഴിക്കില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ ഹൈക്കോടതി അറിയിച്ചത്, ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുത്തത്. സർക്കാരിന്റെ നയ പൈസയില്ല, ദേവസ്വം ബോർഡിന്റെ നയ പൈസയില്ല, സ്പോൺസർമാർ തരുന്ന പൈസ വെച്ചാണ് സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന സത്യവാങ്മൂലം കൊടുത്തു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ദേവസ്വം മന്ത്രി പറഞ്ഞത് അതാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ചെലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ, ബില്ലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേട്, പരിപാടിക്കെത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല, 150 കിടക്കകൾ വാങ്ങിയതിൽ 50 കാണാനില്ല, ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി തിരിച്ചടച്ചില്ല, ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. പിന്നെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. താങ്കൾ അതൊന്ന് വായിച്ചു നോക്കൂ. യുവരാജ്, ഇപ്പോഴാണ് ആ ഉള്ളടക്കം പുറത്തു വരുന്നത്, ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ പുറത്തു വരുന്നത്. വരവ് ചെലവ് കണക്കുകളിലെ പൊരുത്തക്കേട്, വൻ അന്തരം, അതൊക്കെ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാത്ത 1-2 കാര്യങ്ങൾ കൂടി. GST ഇനത്തിലും വലിയ പ്രശ്നങ്ങളാണ്. ഇൻപുട്ട് ക്രെഡിറ്റിന് ബോർഡിന് അർഹതയുള്ളത് 1.07 കോടിയാണ്. റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് 45.76 ലക്ഷം മാത്രം. 61 ലക്ഷത്തോളം രൂപ ബോർഡിന്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. 2.80 ലക്ഷത്തിന്റെ കേബിളിംഗ് വർക്കുകൾ ബില്ലിൽ കാണിക്കുന്നുണ്ട്, എന്നാൽ അത് നടന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഊരാളുങ്കലിനാണ് ഈ ടെൻഡർ വിളിക്കാതെ ഇതിന്റെ കരാർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഉറപ്പായും അഴിമതി ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഉപകരാറുകൾ കൊടുത്തതിന്റെ ബില്ലുകൾ ഓഡിറ്റിങ്ങിന് കിട്ടിയിട്ടില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, കലാപരിപാടികൾക്ക് 8 ലക്ഷം ചെലവഴിച്ചെങ്കിലും 2 ലക്ഷത്തിന്റെ വൗച്ചറുകൾ മാത്രമേ ഹാജരാക്കിയിട്ടുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ശൈലൻ നമ്പ്യാർ, അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ 2 അഭിപ്രായം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല.
കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം നടന്നിരിക്കുന്ന ഒരു സമ്മേളനം, ആ സമ്മേളനം ഇപ്പം നമ്മളെല്ലാവരും അത്യാവശ്യം രാഷ്ട്രീയത്തിലൂടെ കടന്നു വരുന്ന ആൾക്കാരാണ്. ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ ചെലവ് വരും, നമ്മൾ അത്യാവശ്യം സംഘടിപ്പിച്ചതിൻ്റെ പാരമ്പര്യവും തഴക്കവും പഴക്കവും ഉള്ളതുകൊണ്ട് തന്നെ പറയുകയാണ്. ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളില്ലാ സംഗമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം കോടികൾ ചെലവഴിച്ചു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യം സ്പഷ്ടവും വ്യക്തവുമാണ്, ഈ എഴുതിക്കൂട്ടിയിരിക്കുന്ന കണക്കുകളൊന്നും തന്നെ യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ വരവിലോ ചെലവിലോ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാനും വേണ്ടിയിട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും അതിനകത്ത് അത്രയും കോടിയ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇനി ഈ വരവ് അല്ലെങ്കിൽ ചെലവ് കാണിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അത്രയും വലിയ കൂടിയ മുറികൾ എടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്? വീണ്ടും നമ്മളത് ചോദിക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്നതാണ്. നിങ്ങളൊന്ന് നോക്കണം, നമ്മുടെ മലബാർ ദേവസ്വം, ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയമാണ്, വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതാണ്. മലബാർ ദേവസ്വം ബോർഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളുണ്ട്, 1000-ലധികം ക്ഷേത്രങ്ങളുണ്ട്. അവിടെ 4000-5000 ജീവനക്കാരുണ്ട്, അവിടുത്തെ പൂജ നടത്തുന്ന ആൾക്കാർ ഉൾപ്പെടെ 4000-5000 സ്റ്റാഫുണ്ട്. അവിടെ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് 1 വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ മാത്രമാണ്. രാവിലെ ക്ഷേത്രത്തിൽ ജോലിക്ക് വരുന്ന ആൾക്കാർ അന്നന്നത്തെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തൊഴിലുറപ്പിന് പോകണം, ഓട്ടോ ഓടിക്കാൻ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ മേശിരി പണിക്ക് പോകണം എന്ന് പറയുന്ന സാഹചര്യത്തിലാണ്. ഞാൻ ആ ജീവനക്കാരോട് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ, ക്ഷയിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ പോകുന്നത്. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ എ ഗ്രേഡ് ബി ഗ്രേഡ് ക്ഷേത്രങ്ങളാണ് വരുമാനമുള്ളത്. അവിടെയാണ് ഈ പറയുന്ന സഖാക്കളെ പിൻവാതിൽ വഴി നിയമിക്കുന്നത്. സി ഗ്രേഡിലും ഡി ഗ്രേഡിലും അല്ലാതെ യോഗ്യതയോടുകൂടി കയറുന്ന പാവപ്പെട്ട അല്ലാത്ത മനുഷ്യരാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഗതി ഇതാണ്. അപ്പോൾ ആ പറയുന്ന പോലെ അന്തിത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാതെ കിടക്കുന്ന ക്ഷേത്രങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്താണ് അതിന്റെ ഉദ്ദേശം ആർക്കും അറിയില്ല. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലത്തെ കുറെ കലാപരിപാടികളൊക്കെ വെച്ച് കുറെ ഒഴിഞ്ഞ കസേരകളൊക്കെ കൊണ്ടിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ പറയുന്ന ആൾക്കാരെ മുഴുവൻ ഇത്രയും വലിയ ഫെസിലിറ്റിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയാണോ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത്? ആരെയാ ഇവർ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? ഇവരിത് പറഞ്ഞ് ന്യായീകരിച്ച് കൂടുതൽ വൃത്തിയേടാക്കണം. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ശബരിമലയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നിയും കഴുതയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് കുട്ടികളെയും കൊണ്ടിട്ട് സാധാരണ അയ്യപ്പ ഭക്തർ വന്ന് വിരിവെച്ചിട്ട് അവിടെ കിടക്കുന്നത്. ഒരു വൃത്തിയും ഇല്ലാത്ത സാഹചര്യം അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് ആ പറയുന്ന പാവപ്പെട്ട ആൾക്കാരാണ്. ഇത്രയും കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയുള്ളൊരു കോംപ്ലക്സ് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ലേ? കുറച്ചുകൂടെ വൃത്തിയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോഴാണ് കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കുമരകത്തെ റിസോർട്ടിൽ കിടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ ഒരു മടിയില്ലാണ്ട് വന്നിട്ട് ന്യായീകരിക്കുകയാണ് കുറേ ആൾക്കാർ. ന്യായീകരിച്ച് ഇപ്പോൾ ശ്രീ ജയേന്ദ്ര സാറിനോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. സാറ് പറഞ്ഞത് സാർ എപ്പോഴാണ് നുണ പറഞ്ഞതെന്നൊക്കെയാണ് സാറ് ചോദിക്കുന്നത്. സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, സാർ ഇപ്പോൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ നിരീക്ഷകരൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അസ്കറൊക്കെ പൊടിയും തട്ടി പോയി. റെജി ലൂക്കോസ് അവിടെ നിന്ന് വിട്ട് വേറെ എവിടെയൊക്കെ ഓടി രക്ഷപ്പെട്ടു, BJP-ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് നിരീക്ഷകരാൽ സമ്പന്നമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചെയ്ത്ത് കൂടി മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കി വന്നപ്പോൾ ഇതെങ്ങനെ ന്യായീകരിക്കും എന്നറിയാണ്ട് ഓരോരുത്തരായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ സാറിന് എനിക്ക് അങ്ങേ അറ്റത്തെ വിഷമത്തോടുകൂടി പറയുകയാണ്, അസ്കർ ഒരു ചർച്ചയിൽ വന്നിട്ട് അദ്ദേഹം യാഥാർത്ഥ്യം പറയേണ്ടി വന്നു, സത്യം പറയേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഭീഷണിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സാറിന് ഇനി ഇതിനകത്ത് എന്തെങ്കിലും തെറ്റാണ് എന്ന് തോന്നിയാൽ പോലും അങ്ങേക്ക് അത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്, സാർ ദയവ് ചെയ്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഈ കാര്യത്തെ കൂടുതൽ ന്യായീകരിച്ച് വൃത്തികേടാക്കരുത് എന്നൊരു അപേക്ഷ അയ്യപ്പ നാമത്തിൽ അങ്ങയുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മുടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവം എന്നുള്ള നിലയിൽ ആരാധിക്കുകയാണെങ്കിൽ അത്രക്കാർക്ക് മനസ്സിലാവും ഇതിന്റെ പ്രേരക ശക്തിയാവുന്നത്. ഇന്നിന്റെ കേസ് തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നത് സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ്. അല്ലെങ്കിൽ ദ്വാരപാലക പീഠം കാണാതായി എന്ന് പറഞ്ഞാൽ ഉണ്ണിപ്പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇത് കണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. പിണറായിയുമായും വാസവനുമായും പ്രശാന്തുമായും അതുപോലെ പത്മകുമാറുമായിട്ടൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന, കടകംപള്ളിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പൊറ്റി ഒരിക്കലും ഇത് ടോർപിഡോ ചെയ്യാൻ ഈ ഒരു ഇടപെടൽ നടത്തില്ല. 100% ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ വരാഞ്ഞേ? അവര് തമ്മിൽ കൊള്ള മുതൽ പങ്കുവെക്കുന്നതിൽ എന്തെങ്കിലും തെറ്റിപ്പിടിഞ്ഞാണ്. കാടത്തെ സാറ് കാടടച്ച് വെടിവെക്കുമ്പോ തിരിച്ചതല്ലേ സാർ ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലല്ല, ഉണ്ടായില്ല വെടിവെച്ച്. ഓക്കെ ഓക്കെ അങ്ങനെ അത് കൊള്ളാതെ ഏത് കൊള്ള ഏത് മുതൽ? ജയേന്ദ്രൻ സാർ ഒരു അതെ, ഒരു കൊള്ളയും നടന്നിട്ടില്ല ശബരിമലയിൽ, ഒരു കൊള്ളയും നടന്നിട്ടില്ല. എല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത്. ഹൈക്കോടതിക്ക് എന്തോ കുഴപ്പമുണ്ട്, SIT കൊണ്ട് അന്വേഷിപ്പിക്കുന്ന വെറുതെയാണ്, വാസു അകത്ത് കിടന്നത് വെറുതെയാണ്, പത്മകുമാർ അകത്ത് കിടക്കുന്നത് വെറുതെയാണ്, അല്ലെ, എല്ലാ ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്ത് കിടന്നത് വെറുതെയാണ്. ഇതെല്ലാം വെറുതെയാണ്. ഒരു തരത്തിലുള്ള കൊള്ളയും നടന്നിട്ടില്ല. ഒരു മോഷണ മുതൽ ആരും പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാം മായയാണ്. എല്ലാം ഓക്കെ, മായ. yes, yes. സർവ്വം മായ. തിരികെ വരാം. അല്ലാതെ ദൈവത്തിന് നിങ്ങൾ മതവിശ്വാസികൾ ദൈവത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് ശക്തി കൊടുക്കേണ്ടതില്ല. യെസ് ജയേന്ദ്രൻ സാർ ഒരു ഇടവേളയിലേക്ക് അല്ല, ആ പണി ഇപ്പോൾ ഇടതുപക്ഷം എടുത്തിരിക്കുകയാണല്ലോ. അതാണ് ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തുന്നത്. അത് ഇടതുപക്ഷം എടുത്തിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ശരി, ശരി, ശക്തിയുണ്ട്.